Hello everyone, welcome to the video lectures of Introduction to Android. This is part 11 of module 5. In this session I will discuss about notifications in Android. Notifications എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വാട്സപ്പ് ഇപ്പോൾ റണ്ണിങ്ങിലല്ല എങ്കിൽ കൂടി നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യും. A notification is a message that the Android system displays outside your application's user interface to provide the user with reminders, communication from other people, or other timely information from your application. Okay. Then, ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ the user can tap the notification to open the app. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്മിസ് ചെയ്യും or take action directly from the notification. Actions എന്ന് പറയുന്നത് we can reply to the message. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷനിൽ പോകാതെ തന്നെ നോട്ടിഫിക്കേഷനിൽ നിന്നുകൊണ്ട് റിപ്ലൈ കൊടുക്കാനുള്ള ബട്ടൺ ഉണ്ട്. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആക്കാതെ തന്നെ അത് ഡിസ്മിസും ചെയ്യാം. ഇനി ഒരു നോട്ടിഫിക്കേഷന്റെ അപ്പിയറൻസ് ഓൺ ദ ഡിവൈസ് ഓൺ യുവർ മൊബൈൽ ഫോൺ. So notifications appear to user in different locations and formats, such as an icon in the status bar. അല്ലാന്നുണ്ടെങ്കിൽ ഐക്കണിനോടൊപ്പം തന്നെ there will be some more detailed entry in the notification drawer. അതായത് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അത് സ്റ്റാറ്റസ് ബാറിലാണ് ഉണ്ടാവുക. അപ്പോൾ സ്റ്റാറ്റസ് ബാർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഡ്രോയർ എന്താണെന്ന് നോക്കാം. when a notification is issued, it appears as an icon in the status bar. ഇതേപോലെയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റസ് ബാറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ the user can swipe down on the status bar to open the notification drawer. This is the notification drawer. The notification drawer എത്തിക്കഴിഞ്ഞാൽ we can view more details. അതായത് മെസ്സേജിന്റെ കണ്ടന്റ് കൂടി നമുക്ക് സം ഇൻഫർമേഷൻസ്, മൊത്തം മെസ്സേജ് അല്ല, മെസ്സേജിന്റെ ഫസ്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ കുറച്ച് പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ അവിടെ നിന്നുകൊണ്ട് തന്നെ വി ക്യാൻ ടേക്ക് ആക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിപ്ലൈ അയക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിസ്മിസ് ചെയ്യാം. The user can drag down on a notification in the drawer to reveal the expanded view, which shows additional content and action buttons if it is provided. Then a notification remains visible in the notification drawer until dismissed by the application or by the user. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡ്രോയറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അത് നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസറായിട്ട് അത് ഡിസ്മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസപ്പിയർ ആവും. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഹെഡ്സ് അപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നോട്ടിഫിക്കേഷൻസിൽ ഇറ്റ് ക്യാൻ ബ്രീഫ്ലി ഡിസപ്പിയർ ഇൻ എ ഫ്ലോട്ടിംഗ് വിൻഡോ കോൾഡ് എ ഹെഡ്സ് അപ്പ് നോട്ടിഫിക്കേഷൻ. നോർമലി ഇത് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ്, ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നു, അതൊരു ഫ്ലോട്ടിംഗ് വിൻഡോ ആയിട്ട് അപ്പിയർ ആവും ഫോർ എ പർട്ടിക്കുലർ സെക്കൻഡ്സ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം ദ സ്ക്രീൻ. So such notifications are called heads up notification. ഇനി ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരം heads up notifications will appear if the device is unlocked. ലോക്ക്ഡ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ഇത്തരം heads up notifications അപ്പിയർ ആവത്തില്ല. ഇനി നമ്മുടെ മൊബൈൽ ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ കൂടി നോട്ടിഫിക്കേഷൻസ് അപ്പിയർ ചെയ്യും. അത്തരം നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് ഓൺ ദ ലോക്ക് സ്ക്രീൻ. That is beginning with Android 5, notification can also appear on the lock screen. Okay, priority കൂടിയ മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ ലോക്ക് സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ കൂടി ആ ലോക്ക് സ്ക്രീനിൽ സം ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യും.
അത്തരം നോട്ടിഫിക്കേഷൻസ് ആണ് നോട്ടിഫിക്കേഷൻസ് ഓൺ ദ ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് റിക്വയർഡ് ഫീൽഡ്സും ഉണ്ടാവും, ഓപ്ഷണൽ ഫീൽഡ്സും ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്മോൾ ഐക്കൺ. ദിസ് ദ റിക്വയർഡ് ഫീൽഡ് ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് വിത്ത് ദ സെറ്റ് സ്മോൾ ഐക്കൺ മെത്തേഡ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് we need to use certain methods. Sometimes we need to override certain methods. So ഇത്തരം മെത്തേഡ്സിൽ സ്മോൾ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതേപോലെ സ്മോൾ ഐക്കൺ ഫസ്റ്റ് വൺ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് സെറ്റ് സ്മോൾ ഐക്കൺ. ദെൻ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം ആ ഐക്കണോടൊപ്പം തന്നെ ഇപ്പൊ വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നെയിം, ഇപ്പൊ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഐക്കൺ ഉണ്ടാവും. ദെൻ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ നെയിം, അതായത് ഫേസ്ബുക്ക് എന്ന് കാണിക്കും. അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ നെയിം സെക്കൻഡ് ഫീൽഡ് ആപ്ലിക്കേഷൻ നെയിം എന്ന് പറയുന്നത് നോർമലി ഇഷ്യൂഡ് ബൈ ദ ആൻഡ്രോയിഡ് സിസ്റ്റം. ദെൻ ദ തേർഡ് വൺ ഈസ് ടൈം സ്റ്റാമ്പ്. അതായത് എപ്പോഴാണ് ഈ ഒരു മെസ്സേജ് അല്ലാതെ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം സ്റ്റാമ്പ് ഇതേപോലെ നൗ എന്ന് കാണിക്കും. This is provided by the system, but we can override with set when method. Okay. അതായത് അതിന്റെ ഫീൽഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നൗ എന്നുള്ളതിന് പകരം ഇന്ന ടൈം കാണിക്കണം. ഇപ്പൊ 9:15 AM ഇത്ര ടൈമിന് കാണിച്ചു എന്ന്, ഇന്ന ടൈമിനാണ് മെസ്സേജ് വന്നതെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇതേപോലെ ടൈം സ്റ്റാമ്പ് കാണിക്കണം. അപ്പോ ഡീഫോൾട്ട് ആയിട്ട് ഈ നൗ അല്ലെങ്കിൽ അതേപോലെയാണ് കാണിക്കാറുള്ളത്. ഇപ്പൊ ടൈം സ്റ്റാമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് ഓവർ റൈഡ് ചെയ്യാനുള്ള മെത്തേഡാണ് സെറ്റ് വെൻ. ഇനി ഈ ഒരു ടൈം സ്റ്റാമ്പ് ഓപ്ഷനിലാണ്, റിക്വയർഡ് അല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അത് ഷോ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഓവർ റൈഡ് ദ മെത്തേഡ് സെറ്റ് ഷോ വെൻ. ഇനി സെറ്റ് ഷോ വെൻ ആർഗ്യുമെന്റ് ആയിട്ട് ഫോൾസ് കൊടുക്കണം, ടൈം സ്റ്റാമ്പ് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബൈ ഡിഫോൾട്ട് ഇറ്റ് വിൽ ബി ട്രൂ. നമ്മളത് ഫോൾസ് ആക്കണം. സെറ്റ് ഷോ വെൻ ഫോൾസ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു ഓപ്ഷണൽ ഫീൽഡ് ആണ്. ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഐക്കൺ ഉണ്ടാവും, സ്മോൾ ഐക്കൺ, ദെൻ ആപ്ലിക്കേഷൻ നെയിം, ടൈം സ്റ്റാമ്പ്, ദെൻ ആരാണ് മെസ്സേജ് അയച്ചത് അവരുടെ കോണ്ടാക്ട് ഫോട്ടോ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. അത് ഓപ്ഷണൽ ആണ്. എപ്പോഴും അത് എല്ലാ ആപ്ലിക്കേഷനും അത് ഇഷ്യൂ ചെയ്യണമെന്നില്ല. അത് ലാർജ് ഐക്കൺ. അപ്പോ സ്മോൾ ഐക്കൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഐക്കൺ ആയിരുന്നു. ഇനി കോണ്ടാക്ട് പിക്ചർ കൂടി കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ലാർജ് ഐക്കൺ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സെറ്റ് വിത്ത് സെറ്റ് ലാർജ് ഐക്കൺ മെത്തേഡ്. ദെൻ another optional field is title. Message title നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. It is set with method set content title. Then message body നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. This is optional. This is also optional and it is set with set content text method. ഇനി ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? പല രീതിയിൽ അത് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, the user dismisses the notification. നമുക്ക് അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ റൈറ്റ് നോട്ട് അത് ടൈപ്പ് ചെയ്ത് അത് റിമൂവ് ചെയ്യാം. ഇനി the user clicks the notification, അതായത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പൊ നോട്ടിഫിക്കേഷൻ റിമൂവ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ വൈസ് നമുക്ക് അതിന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാനുള്ള മെത്തേഡാണ് ക്യാൻസൽ മെത്തേഡ്. ഇനി ഒന്നിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒരു 10 മെസ്സേജ് ഒരുമിച്ച് വരികയാണ്, 10 നോട്ടിഫിക്കേഷൻസ് 1 by 1 ആയിട്ട് കാണിക്കും പ്രയോറിറ്റി അനുസരിച്ച്. ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരുമിച്ച് സോഫ്റ്റ്വെയർ വൈസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, യൂസർ വൈസ് അല്ല, സോഫ്റ്റ്വെയർ ആയിട്ട് അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ we need to use the cancel all method which removes all of the notifications which was previously issued. Then ഇനി ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്ര ടൈം പീരീഡിനുള്ളിൽ അത് റിമൂവ് ആവണം, ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ടൈം ഔട്ട് ആഫ്റ്റർ. ദെൻ ആർഗ്യുമെന്റ് ആയിട്ട്
മില്ലി സെക്കൻഡ്സ് കൂടി പറയണം. എത്ര ടൈം പീരീഡിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവണം. സെറ്റ് ടൈം ഔട്ട് ആഫ്റ്റർ മെത്തേഡ് അതിനുള്ളിൽ ആർഗ്യുമെന്റ് ആയിട്ട് എത്ര മില്ലി സെക്കൻഡ് കൂടി എന്നുള്ളത് ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻസിൽ വരുന്നത്. അപ്പൊ മോഡ്യൂൾ 5 നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഇനി ഒരു ടോപ്പിക് കൂടിയേ ഉള്ളൂ, അത് ഇൻഡന്റ് ആൻഡ് ഇൻഡന്റ് ഫിൽറ്റേഴ്സ് ആണ്. അത് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.